അയലമീൻ കുക്കറിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വായിൽ വെള്ളമൂറും രുചിയിൽ അയലമീൻ ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തും. കണ്ടല്ലോ, കാണാൻ എന്താ മൊഞ്ചിലേ, കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി, നൈസ് പത്തിരി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഞാനിന്നിതവിടെ ഏകദേശം ഒരു 1/2 കിലോ അയല, നല്ല ഫ്രഷ് അയല എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 1/2 കിലോ വേണമെന്നില്ല കേട്ടോ, 1 അല്ലെങ്കിൽ 2 അയലമീൻ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. ഓരോന്നും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അയലമീനൊക്കെ നല്ല വൃത്തിയായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സെൻറ്ററിലൊന്ന് വരയിട്ട് കൊടുക്കാം. നമ്മൾ ആ എരിവും പുളിയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വലിയ അയലമീനൊക്കെ ആണെങ്കിൽ ഉൾഭാഗത്തേക്ക് മസാലയൊക്കെ നല്ല രീതിയിൽ ഇറങ്ങണം. അപ്പോൾ നന്നായിട്ട് ആഴത്തിൽ തന്നെ വരയിട്ട് കൊടുക്കാം. അയലമീൻ വെച്ചിട്ട് മാത്രമല്ല, മത്തി, ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സീസണിൽ മത്തി അത്ര വലുപ്പമില്ല, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ അയല എടുത്തത് കേട്ടോ. ആദ്യം ഞാനും മത്തി വെച്ചിട്ട് ചെയ്യണമെന്നാണ് കരുതിയത്. അപ്പോൾ അത് അയലൊക്കെ ഇതുപോലെ താഴ്ത്തി തന്നെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് ചെറിയൊരു മസാല റെഡിയാക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു 1-1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒപ്പം തന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ഒരു അരമുറി നാരങ്ങാനീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നാരങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മൾ വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക, അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മീനിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ മീനിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ. മസാലയൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് മീനിലോട്ട് മീനിലിങ്ങനെ നല്ല ആ വരയിട്ട ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, ഒരു ഇത്തിരി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല പേസ്റ്റ്, ഒരുപാട് ഇങ്ങനെ ചതച്ചെടുത്തതല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ അത് ആദ്യം അങ്ങോട്ട് കരിഞ്ഞു പിടിക്കും. നല്ല രീതിയിൽ തന്നെ വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുത്തതാട്ടോ വേണ്ടത്. അതൊരു ഇച്ചിരി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാ മീനിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിക്കോളും. ഉൾവശത്തൊക്കെ ഇതുപോലെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ, എങ്കിൽ ആ ഒരു എരിവും പുളിയൊക്കെ, അത്യാവശ്യം വലിയ മീനാവുമ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടൂല. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതിനുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനല്ലേ എന്ന് കരുതിയിട്ട് ഓയിൽ എടുക്കല്ലേ, നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കാം. അപ്പോഴേ നമുക്കൊരു നാടൻ രുചിയൊക്കെ കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറിവേപ്പിൻ്റെ സ്മെല്ലും ടേസ്റ്റും മീനിലോട്ടും കയറും, അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഒരു സൈഡ് ആകുമ്പോഴേക്കും മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് നെരിച്ച് കളയല്ലേ. നമുക്കൊരു ചെറിയ രീതിയിൽ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മീൻ കിട്ടേണ്ടത് കേട്ടോ. അപ്പോഴേ ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഒരുപാട് ഡ്രൈ ആയാൽ അല്ലെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞാൽ മസാലയൊന്നും പിടിച്ച് കിട്ടില്ല. പിന്നെ അയലമീൻ എത്ര പൊരിച്ചാലും അല്ലേ നല്ല നെരിഞ്ഞ് കിട്ടാനായിട്ട് ഒരുപാട് പാടാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്നും അയലമീനൊന്ന് മാറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ, എങ്കിൽ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു എണ്ണയിലോട്ട് ഞാൻ ഏകദേശം ഒരു 3 സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണയിലോട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊരിച്ചെണ്ണ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, ചിലർക്ക് അങ്ങനെ പൊരിക്കണം ഉണ്ടാക്കണമെന്ന് ഇഷ്ടമില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. മസാല ആ ഒരു മീനിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ മസാലയ്ക്ക് കിട്ടും. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഉള്ളി നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയൊന്നും ചേർക്കണില്ല. താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളി നിൽക്കുന്നതെങ്കിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുമ്പോൾ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. ഒപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കുന്നുണ്ട്.
അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം. ലാസ്റ്റ് ഈ ഒരു സമയം വരുമ്പോഴേക്കും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഉള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നല്ലൊരു പഴുത്ത തക്കാളി കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ പുളിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നല്ലൊരു പഴുത്ത തക്കാളി മുഴുവനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ ഈ ഒരു മസാലയിൽ. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആവുള്ളൂ. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ആവി കയറുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞ് വരും. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടല്ലോ, ഈ ഒരു സമയത്തൊക്കെ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും കരിഞ്ഞ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മസാലയും നല്ല ടേസ്റ്റി ആവണത്. അങ്ങനെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി മസാലപ്പൊടികളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഞാനൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന മീനിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളിൽ മാറ്റം വരുത്തണം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. അതിന് പകരം നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാനിത് അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതൊക്കെ കയ്യിലുണ്ടാവുമല്ലോ, പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മസാലയ്ക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. മീനിൽ ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. മസാല ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞതോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി, നമ്മുടെ സുർക്ക ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തക്കാളിയും വലിയുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇനി നമുക്ക് പെട്ടെന്ന് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ തൊടിയിൽ പോയിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഒരു വാഴയില വെട്ടിക്കൊണ്ടുവരാം. ഇനി ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വാഴയില കിട്ടാൻ ചാൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യാം, നമുക്ക് ഫോയിൽ പേപ്പർ ഉണ്ടാവുമല്ലോ, അതെടുക്കാം കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കും ഇവിടെ വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഹോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തു കൊണ്ടതാണ്. അപ്പോൾ വാഴയിലക്ക് ചെറിയൊരു കിറലൊക്കെ ഉണ്ട്. എന്നാൽ ഇത് തന്നെ പൊതിയാനായിട്ട് പോവുകയാണ് കേട്ടോ. മസാല ഇട്ട് കൊടുത്തു. സെൻറ്ററിൽ നമ്മളിത് അയലമീൻ ഫ്രൈ ചെയ്തത് വെച്ച് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വാഴയില എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫോയിൽ പേപ്പറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും, അതിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ വാഴയില എന്ന് പറയുന്നത് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടിയെടുക്കുമ്പോഴേ നമുക്കിത് ശരിക്കും മടക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഇതാദ്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, മീനൊക്കെ പൊള്ളിച്ചത് ആരാ കഴിക്കാത്തത്, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ മടക്കിയെടുക്കാം. എന്നിട്ട് വാഴയുടെ നൂലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അയലമീൻ്റെ തല, ആ തല പറ്റുമെങ്കിൽ അത് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കാരണം അതിങ്ങനെ കൂർത്ത് നിൽക്കുമ്പോൾ അതിൽ ഇല തട്ടിയിട്ട് ഇല കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാനത് ഒഴിവാക്കണില്ല, അതോട് കൂടിയിട്ട് തന്നെ അതാ കെട്ടിക്കൊടുക്കുകയാണ്. നന്നായിട്ട് ടൈറ്റായിട്ട് കണ്ടല്ലോ, തല അവിടെ പുറത്താടിയിട്ടുണ്ട് കേട്ടോ. ടൈറ്റായിട്ട് തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചട്ടിയിലിട്ടിട്ടാണ് ഇതൊന്ന് മൊരിച്ചെടുക്കാറ്. ഇന്ന് നമ്മൾ കുക്കറിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല ഈസിയാണ്. ഒപ്പം തന്നെ മറിച്ചിടുക തിരിച്ചിടുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. തല പുറത്താണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കുകയാണ്. ഇലയൊന്ന് വാട്ടിയെടുക്കുക. ഇലക്ക് നല്ല ഹോളുകളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കൊണ്ടുവരും, എന്നിട്ട് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. അത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ, എന്നാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഹോളുകളൊക്കെ വന്നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഏകദേശം 2 വലിയ അയിലക്കുള്ള മസാല കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഞാനിവിടെ 3 ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ 2 തികഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സവാള ഒന്നും കൂടിയൊക്കെ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിരിക്കും. ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തക്കാളിയൊക്കെ അതുപോലെ കനം കുറഞ്ഞ് വട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു വലിയുള്ളി. ഇതൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ജ്യൂസി ആയിട്ട് നിൽക്കും കേട്ടോ. ഇനി നമ്മൾ
ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാരും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വാഴൻ്റെ ഇലയുടെ ആ ഒരു നാര് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കെട്ടിക്കൊടുക്കാനായിട്ട്. വാട്ടി എടുക്കണം കേട്ടോ വാഴല, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി ഇതിലേറെ ഇത്രയും കഴിയൂല. നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരും. നമുക്ക് മടക്കാനൊന്നായിട്ട് പറ്റൂല. കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്തവരുണ്ടാവില്ലേ? ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അയിലമീൻ തന്നെ വേണമെന്നില്ല, മത്തി കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുണ്ടോ, ഒന്നും പറയാനില്ല. സാധാരണ നമ്മൾ പാനിലൊക്കെ വെച്ച് തിരിച്ചും മറിച്ചിട്ട് അങ്ങനെയാണ് മൊരിച്ചെടുക്കാറ്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുക്കറൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അത്യാവശ്യം വലിയ കുക്കർ തന്നെ നോക്കിയെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാഴയില പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഈ ഒരു മീനൊക്കെ മുരിഞ്ഞ് കിട്ടാനായിട്ടുള്ള ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമ്മളിതാ 2 പൊതിയും ഞാനിതാ സൈഡിലോട്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂട് കയറുമ്പോഴേക്കും ജസ്റ്റ് നന്നായിട്ട് വാടിയിട്ട് താഴോട്ട് ഇങ്ങനെ പോയിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെയിറ്റ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും എന്താ ആവി നന്നായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക, ഗ്യാസ് ഓഫ് ചെയ്യുക. ആ ഒരു ആവിയിൽ കുറച്ച് സമയം കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല രുചിയായിരിക്കും ഇതിന്. നമുക്ക് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ. ആവി നല്ല രീതിയിൽ തന്നെ അതിൽ കുക്കറിലുണ്ടായിരുന്നു, കണ്ടല്ലോ. നല്ല രീതിയിൽ വാടി അടിഭാഗം കൂടി നോക്കട്ടോ. കരിയാനുള്ള ചാൻസ് കുറവാണ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. കരിയൊന്നുമില്ല, കാരണം നമ്മൾ വാഴൻ്റെ ഇല വാട്ടിയിട്ടാണല്ലോ ചെയ്തത്, അതുകൊണ്ട് കരിയില്ല. പിന്നെ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ടായിരുന്നു താഴെ. കണ്ടല്ലോ, കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു സൈഡിൽ ചെറിയ രീതിയിൽ, അത് കുഴപ്പമില്ല. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. മീനൊക്കെ ഡെയിലി നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവരാറുണ്ടാവും. കുറച്ച് മീനെടുത്തിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. പിന്നെ എപ്പോഴും ഇതന്നെ വേണമെന്ന് പറയും വീട്ടിലുള്ളവർ, അത്ര രുചിയാണ്. ഈ ഒരു കെട്ടൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളി മല്ലിയുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, സ്ലൈസ് ചെയ്തുകൊണ്ട്. അതാണ് കേട്ടോ തുറക്കാനായിട്ട് പോണത്. മാഷാ അല്ലാ, നല്ല സ്മെല്ലും ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. തക്കാളി ആയാലും വല്യുള്ളിയൊക്കെ ആയാലും വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും ചേർക്കാത്തതൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതും തന്നെ കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു ഐറ്റൊക്കെ കിട്ടിയാൽ ആർക്കായിക്കാരം ഇഷ്ടമല്ലാത്ത, എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളും. ഇനിയിപ്പോൾ വലിയ നെയ്മീനോ അങ്ങനെ പോലെ കഷ്ണമീനൊക്കെ വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഒരു മസാല മീനിലോട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. കണ്ടോ, മീനിന് നന്നായിട്ട് ചേർന്ന് പറ്റി പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി നാരങ്ങയുടെ ജ്യൂസ് ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രുചിയാണ് കഴിക്കുമ്പോൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമ്മൾ ആവശ്യാനുസരണം ചോറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ കൂടെ എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ്. കണ്ടല്ലോ, മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പൊതിഞ്ഞ് പറ്റി പിടിച്ചാട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി കണ്ടല്ലോ, നല്ല തൊടുമ്പോഴേക്കും തന്നെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളിൻ്റെ ടേസ്റ്റും കൂടി മീനിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. മീൻ തീരെ കഴിക്കാൻ മടി കാണിക്കുന്ന മക്കളാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ. എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു പുതുമയായിരിക്കും. ആ ഒരു പുതുമയിൽ അവരൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കിക്കൊടുക്കാനും ആരും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.